ഹലോ, ഇന്ന് നമ്മുടെ ഹെയർ കെയർ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. സ്കാൽപ്പ് എക്സ്ഫോളിയേഷനാണ് ഇന്ന് ചെയ്തു കൊടുക്കുന്നത്. നമ്മുടെ മുടിയെ മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണിത്. ഇതുവരെ നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ഇന്ന് ഞാൻ കാണിക്കുന്ന ആ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കണം. അപ്പോഴായിരിക്കും മുടിയുടെ ടോട്ടലി ആ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിലും അല്ലെങ്കിൽ ഒരു മന്ത്ലി വൺസോ ട്വൈസോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആഡ് ചെയ്തതെന്ന് പറയാം. ഒരു ടേബിൾ സ്പൂൺ പച്ചവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ തൈര്, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഹണി കേട്ടോ. ഇവ രണ്ടും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മളിന്ന് എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് അതിലേക്കല്ല കേട്ടോ, ഒരു ബക്കറ്റ് വെള്ളം പിടിച്ചു. നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ആ ഒരു സ്ക്രബ് ചെയ്ത് മൊത്തത്തിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ഹെയർ ഒന്ന് നനച്ച് ഒന്ന് വെറ്റാക്കി, അതിന് ശേഷമാണ് ദേ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ആ ഒരു പാക്ക് മൊത്തത്തിൽ സ്കാൽപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടിങ്ങനെ നമ്മുടെ ഫേസിലൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്യത്തില്ലേ, അതുപോലെ സ്ക്രബ് ചെയ്ത് സ്കാൽപ്പ് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫേസിലാണെങ്കിൽ നമ്മുടെ ഡെഡ് സ്കിൻ സെൽസും കാര്യങ്ങളൊക്കെ പോകാനും ഫേസ് നന്നായിട്ട് ക്ലിയർ ആകാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും സ്ക്രബ് ചെയ്ത് കൊടുക്കാറുണ്ട്. വീക്ക്ലി വൺസോ ഒക്കെ നിങ്ങൾ ചിലപ്പോൾ സ്ക്രബ് ചെയ്യുന്നവരായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലും ഈ ഒരു കാര്യം അത്യാവശ്യമാണ്. ഈ ഒരു ഡെഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെൽസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹെയർ പാക്കുകൾ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവയുടെ എന്തെങ്കിലുമൊക്കെ ബാക്കിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി റിമൂവ് ആയി സ്കാൽപ്പ് നന്നായിട്ട് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഓയിൽ പ്രൊഡക്ഷനൊക്കെ കൂടുതലുള്ളവർക്കാണെങ്കിൽ ആ ഒരു ഓയിൽ പ്രൊഡക്ഷൻ നോർമലി വരാൻ വേണ്ടിയിട്ടും എക്സസ് ആയിട്ടുള്ള ഓയിലിനെ കളയാൻ വേണ്ടിയിട്ടും, നമ്മുടെ ഡാൻഡ്രഫ് സ്കാൽപ്പിലുണ്ടെങ്കിൽ ആ ഒരു ഡാൻഡ്രഫിൻ്റെ ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ റിമൂവ് ആകാൻ വേണ്ടിയിട്ടും, ഡ്രൈ ഹെയർ ഡാൻഡ്രഫ് കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും നന്നായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ ഒരു സ്ക്രബിന് ശേഷം നന്നായിട്ട് ഹെയർ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്തു. അതിന് ശേഷം എൻ്റെ മുടിയിൽ ഇപ്പം ഞാൻ മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല, ആ ഒരു വെള്ളം മുടിയിൽ നിന്ന് മാറിയത് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് നല്ലൊരു ആ ഒരു മാറ്റം നമുക്കറിയാൻ പറ്റും. നിങ്ങൾ കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സ്കാൽപ്പ് ഭയങ്കര ക്ലീൻ ആയിട്ട് ഫീൽ ചെയ്യും. സ്കാൽപ്പിൽ മാത്രമല്ല ഈ ഒരു മാറ്റം അറിയാൻ പറ്റുക, മുടിയുടെ ലെങ്ത് വരേക്കും അറിയാൻ പറ്റും. അത്രയ്ക്കും നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കും. അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ബെനഫിറ്റ്, പ്രത്യേകത എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മുടെ മുടിയിൽ എന്ത് തേച്ച് കൊടുത്താലും അത് നന്നായിട്ട് അങ്ങോട്ട് അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ ഡാൻഡ്രഫിനെ കളയാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് സ്കാൽപ്പിലേക്ക് ഇമ്പ്രൂവ് ആയിട്ട് പുതിയ മുടി വളർച്ച നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണെങ്കിലും, മുടി നന്നായിട്ട് മാനേജബിളായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും, നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ എക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഡ്രൈ സ്കാൽപ്പിനുള്ള ഒരു റെമഡി ആയിട്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു കാര്യം സഹായിക്കുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ.